സെഡ് ഗെയിമർ ടാച്ച്. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഐഫോണിൻ്റെ ബേസ് മോഡൽ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം 6 മുതൽ 8 വരെയുള്ള ജനറേഷൻസ് നോക്കാം. 6 മുതൽ 7 വരെ എടുക്കുകയാണെന്ന് 8 വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ OS അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം അതിൻ്റെയൊക്കെ OS അപ്ഡേറ്റുകൾ കഴിഞ്ഞു. പിന്നെ മറ്റൊരു ഇഷ്യൂ ആണ്, ഏറ്റവും വലിയ ഇഷ്യൂ ആണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആപ്പ് സൈസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കയറ്റാൻ വേണ്ടി പറ്റുന്നില്ല. ലാഗ് ഉണ്ട്, കാരണം സ്റ്റോറേജ് സ്പേസ് കുറവാണ്. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് കൂടുതലും. പിന്നെ മറ്റൊരു കാര്യം, വാട്സപ്പ് പോലത്തെ ആപ്സൊന്നും സപ്പോർട്ട് ആവാറില്ല. ചിലതിൽ സപ്പോർട്ടാവും, സപ്പോർട്ടാണെങ്കിൽ 1 ലാഗിലായിരിക്കും അത് സപ്പോർട്ടാവുന്നത്. പിന്നെ ബാറ്ററി ഹെൽത്ത് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായ കുറവുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബാറ്ററി മാറ്റിയതായിരിക്കും, ചിലപ്പോൾ ഡിസ്പ്ലേ അടക്കം മാറ്റിയതായിരിക്കും. അഥവാ മാറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ആ കുഴപ്പങ്ങളോടെ തരികയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റി 3000 6000 വരെ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ക്യാമറയും ഡിസ്പ്ലേ ഒക്കെ ചിലപ്പോൾ ക്യാമറ ഡിമ്മാവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ വാങ്ങിയാൽ പെടും. പിന്നെ ഐക്ലൗഡ് ലോക്ക്ഡ് ഫോൺസ്, അതായത് ഫോൺ ലോക്ക് ഉണ്ടാവും. അതിൻ്റെ ഐഫോൺ സംവിധാനമാണ്. അത് മാറ്റാതെ ഓണർ നിങ്ങൾക്ക് തരുമ്പോൾ ഈ ആപ്പിൾ ID മാറ്റാതെ തന്നാൽ നിങ്ങൾ വീണ്ടും കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഹീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സ്റ്റോറേജ് ഇഷ്യൂസ് ഉണ്ട്. ഇതിനെല്ലാം പ്രധാനമായ കാരണം 64 GB സ്റ്റോറേജ് മതിയാവില്ല. ഇന്നത്തെ ആപ്സ് വളരെയധികം സ്റ്റോറേജ് സ്പേസ് കൂടിയിട്ടുണ്ട്. ഗെയിം കളിക്കാനും ടാസ്കിങ്ങിനാണെന്നുണ്ടെങ്കിൽ കൂടുതലും ലാഗ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റീഫ്രഷ് റേറ്റ് വളരെ കുറവാണ്. ഇതിപ്പോൾ നിങ്ങൾ Xഉം XRഉം അങ്ങനത്തെ സെക്കൻഡ് ജനറേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കുറവ് പൈസയിൽ ഐഫോണിൽ ഫോട്ടോസ് എടുക്കുക, അങ്ങനത്തെ ഒരു ബഡ്ജറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എടുക്കാം. ഇനി നമുക്ക് ഐഫോൺ XS, XR, SE സെക്കൻഡ് ജനറേഷൻ, ഐഫോൺ 11 എന്നിവയുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. മെയിനായിട്ടും ബാറ്ററി ഹെൽത്താണ്. അത് 80 താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററി മാറ്റേണ്ടി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ബാറ്ററി ഹെൽത്ത് ഇതൊക്കെ ഒന്ന് പരിശോധിച്ചെടുക്കുന്നത് കുറച്ചും കൂടി നന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഓണറിൽ നിന്നും ആപ്പിൾ ID മാറ്റാതെ നിങ്ങൾ വാങ്ങരുത്. പിന്നെ ട്രൂ പാർട്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനലാണോ, ഡിസ്പ്ലേ ഒറിജിനലാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാതെ വാങ്ങിയാൽ നിങ്ങളുടെ പൈസ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡിസ്പ്ലേ, ക്യാമറ, മൈക്ക്, സ്പീക്കർ എന്നിവ ചെക്ക് ചെയ്യാതെ വാങ്ങിയാൽ സ്പീക്കറിലൊക്കെ ഡസ്റ്റ് കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, മൈക്ക് അങ്ങനത്തെ അല്ല. പിന്നെ നിങ്ങൾക്ക് ഒരു 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മതിയെങ്കിൽ ഓക്കെ. 64 GB സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ട് മതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഇത്രയും കുഴപ്പങ്ങൾ ഈ ഫോൺ എടുക്കുമ്പോൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇനി കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഐഫോൺ 17 Pro ആ ലെവൽ വരെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഐഫോണിൻ്റെ ഒരുപാട് ജനറേഷനുകൾ ഇപ്പോൾ ബാക്കിലാണ് ഈ ഫോണുകളൊക്കെ കിടക്കുന്നത്. ഒരുപാട് സ്കാമുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 5, 6, 7, 8, 10 വർഷം ഉപയോഗിക്കുന്ന ഫോണുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റേതായ ഉപയോഗത്തിനുള്ള നല്ല ലാഗും നല്ല കുഴപ്പങ്ങൾ ഈ ഫോണിനുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പൈസ കയ്യിൽ നല്ലതുണ്ട്. പക്ഷേ ഐഫോൺ നിങ്ങൾ എപ്പോഴും ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നത്. ഐഫോണിൻ്റെ ബേസ് മോഡലൊന്ന് ഉപയോഗിച്ച് നോക്കി വലുത് ഉപയോഗിക്കാം എന്നുള്ള നിലക്കാണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ മോഡലൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പുതിയ ഐഫോൺ എടുക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ചിന്താഗതിയെങ്കിൽ നിങ്ങൾക്കത് ഓക്കെയാണ്, നിങ്ങൾക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരു പൈസ കുറവുണ്ട്, നിങ്ങൾ ബഡ്ജറ്റിലാണെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ലതൊരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്നതാണ്. ഇത് വളരെ പഴയതാണ്. ഇപ്പോൾ അത് ഗെയിമുകൾ ഫ്രീ ഫയർ ആയാലും PUBG ആയാലും ഇപ്പോൾ മൊബൈൽ ലെജൻഡ്സ് ആയാലും ഇതിലൊന്നും വർക്ക് ചെയ്യില്ല, നല്ല ലാഗ് ഉണ്ടാവും. നിങ്ങളതൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾക്കത് കുഴപ്പമില്ലാതൊക്കെ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക. നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് മിഡിൽ ക്ലാസ് ഫാമിലി ആയാലും കുറച്ച് ഹൈ ആയാലും കുറവായാലും നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-6 വർഷം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും. ഈ ഫോൺ 7-8, 10 വർഷം കഴിഞ്ഞ ഫോണുകളാണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ടാവും. ഈ ഫോൺ എടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൊട്ടക്കിണ്ടി കൊണ്ട് പൈസ എടുത്ത് തപ്പിയ അവസ്ഥയാവും. അതിനേക്കാളും നല്ലത് ഞാൻ പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക. നിങ്ങൾക്ക് പറ്റുന്നൊരു 8000 ബഡ്ജറ്റിലൊക്കെ നല്ല ഐഫോൺ നല്ല
ആൻഡ്രോയിഡ് ഫോണുകൾ ഇട്ടിട്ടുണ്ട്. പോക്കോ C71 ഒക്കെ നല്ല നല്ല ഫോണുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാം. 10,000 രൂപ ബഡ്ജറ്റിലൊക്കെ നല്ല ഫോണുകൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ വാങ്ങുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ഒരുപാട് സ്കാമുകളുണ്ട്. കാരണം ഒരുപാട് പഴക്കം നല്ല ഇതിൻ്റെ ഓരോ ഭാഗവും പാർട്സും മാറ്റിയ ഫോണുകളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ പൈസ കൊണ്ട് കളയരുതെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ടെക് വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ. Z Gamer Tech signing off.